ഇതാണ് കോലാഹലങ്ങൾ. കോലാഹലമായിട്ടുള്ള യാത്രയാണ്. ഈ യാത്ര ആരംഭിക്കുന്നത് കൂട്ടിക്കൽ പഞ്ചായത്തിലെ 6-ാം വാർഡായ കുടുങ്ങ വാർഡിലെ വെള്ളിയന്തയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. മുണ്ടക്കയം വാഗമൺ റോഡിൻ്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള വെള്ളിയന്തയിൽ നിന്ന് വാഗമൺ വരെ നടക്കാനുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാം. വെള്ളിയന്തയിൽ നിന്ന് വാഗമൺ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് 17 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ രൂപം, ഈ റോഡിൻ്റെ പൂർണ്ണമായ അവസ്ഥ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ അങ്ങനെ റീൽസിലൊന്നുമില്ല. അപ്പോൾ വെള്ളിയന്ത മുതൽ വാഗമൺ വരെയുള്ള നമ്മുടെ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ മുഴുവൻ ദൃശ്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക. ഇത് വെള്ളിയന്തക്കാവ് ക്ഷേത്രം ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ റോഡിൻ്റെ ഇനി അടുത്ത ഘട്ടം വർക്കുകൾ നടക്കാനിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യാത്രാ വീഡിയോകൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് നമ്മുടെ ഇവിടം തൊട്ട് വെള്ളിയന്ത മുതൽ വാഗമൺ വരെയുള്ള ഈ റോഡ് വെള്ളിയന്ത, അതായത് മുണ്ടക്കയം, കൂട്ടിക്കൽ, എന്തയാർ, ഇളങ്കാട്, വാഗമൺ റോഡിൽ ഇപ്പോഴത്തെ നമ്മുടെ വെള്ളിയന്ത മുതലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ഏത് വണ്ടിയിൽ ഇതുവരെ യാത്ര ചെയ്യാൻ പറ്റും, ജീപ്പിൽ പോകാൻ പറ്റുമോ, ബൈക്കിന് പോകാൻ പറ്റുമോ, കാറിന് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയ പണികൾ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവഴി ആയി, എവിടെ വരെ ആയി എന്ന് ഒരുപാട് പേർക്ക് കാണാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ മുഴുവൻ കാണുക. കുറച്ച് സമയം കൂടുതലുണ്ട്, പക്ഷേ നമ്മൾ ഒരു കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ മിസ് ചെയ്യാതെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഈ റോഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. അപ്പം റോഡ് പൂർണ്ണമായിട്ടും വാഗമൺ വരെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ 10-20 മിനിറ്റ് ഇവിടെ നമ്മൾ മെനക്കെട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് വണ്ടിയും കൊണ്ട് ഇതിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് പോയാൽ വണ്ടി ആയിരുന്നു തരാം. അതാ ചേട്ടല്ലേ വൈദ്യ തന്നെ. റോഡ് പണിക്കാരുടെ സമയം ഇതിനു മുമ്പല്ലേ?
നേരെ കാണുന്നല്ലേ നമ്മൾ ഇളക്കാട്ടിൽ നിന്ന് പോകുമ്പോ അതിനകത്ത് കയറി ഗ്ലാസ് ഇട്ടേക്കല്ലേ സൈഡ് ഇടയ്ക്കൊരു ഫോട്ടോ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ റോഡിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം കിട്ടുന്നതാണ്. കോലാഹലമേട് വരെയുള്ള ഈ വഴി എങ്ങനെയുണ്ടെന്നുള്ളത്, റോഡ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. റോഡിൻ്റെ ഇരുവശങ്ങളും അതുപോലെ തന്നെ ഇഷ്ടംപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുണ്ട്. ഇത് നിലവിൽ ഞങ്ങളിങ്ങനെ പണിക്ക് പോയ ആൾക്കാരുടെ കൊടുത്ത് കയറി പോയതുകൊണ്ട് അതിനുള്ളൊരു മാർഗ്ഗമില്ല കേട്ടോ. എങ്ങനെ പോയാലും ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റോഡിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരുന്നതോടുകൂടി ഇതിലെ വിനോദസഞ്ചാരികളുടെ ഒരു യാത്ര നമുക്ക് കാണുവാൻ തന്നെ സാധിക്കും. മുണ്ടക്കയത്ത് നിന്ന് നമ്മൾ ഈ വാഗമണ്ണിലേക്കുള്ള ദൂരം നമുക്ക് 18 കിലോമീറ്റർ യാത്ര എളുപ്പമാണെന്ന് ഇതുവഴി വന്നു കഴിഞ്ഞാൽ. അന്ന് വന്നപ്പോൾ എവിടെയായിരുന്നു അവർ പറഞ്ഞിട്ടില്ലേ ഈ കയറ്റം കയറ്റാൻ മാറ്റിയതല്ലേ ആൾക്കാർ പോകാതിരിക്കാൻ അത് കഴിഞ്ഞുള്ള വഴിക്ക് പോകാനാണ്.
നമ്മളോട് പറയാം നീ പോരെ നീ പോരെ നീ പോരെന്ന്. മണിക്കൂറാണ് തൊഴിലുറപ്പിന് വന്നോണ്ടിരുന്നപ്പോഴേ തൊഴിലുറപ്പിന് മറ്റേ കോവിഡ് കഴിഞ്ഞ് തൊഴിലുറപ്പ് തുടങ്ങിയപ്പോൾ സ്ഥിരം വന്നോണ്ടിരുന്നത് 1 മണിക്കൂർ വേണം അവിടെ നടന്നു പറഞ്ഞത്. പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം എൻജിനീയറിംഗ് ആണ്. എല്ലാം വന്നാലും നാട്ടുകാരോട് ചോദിക്കാതെ ഈ ഓരോ സ്ഥലങ്ങളിലെ പണി ചെയ്യാതെ. ആ അതാ പറഞ്ഞത്. പക്ഷെ അതൊക്കെ ചെയ്യേണ്ട എവിടെയായിരുന്നല്ലോ? മുണ്ടക്കയത്ത് തുറക്കുന്നുണ്ടോ? നമ്മുടെ മുണ്ടക്കയത്ത് ഗാലക്സിയുടെ ഇപ്പുറത്ത് 1 മാസത്തിന് മേളിൽ കിടന്ന് പണിതു. അവിടെ അതൊക്കെ ചെയ്യണ്ടേ അല്ലേ? ആ അതൊക്കെ ഒറ്റ ദിവസം രാത്രി അവിടെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഒരു 2 ദിവസം കൊണ്ട് ആ പണി തീർക്കാറുണ്ട്. ഇങ്ങനെ മാസങ്ങളിട്ട് വലിപ്പിച്ച് പകുതി ജനങ്ങൾക്കിട്ടുള്ള പണിയാണ്. എന്തെല്ലാം കണ്ടില്ല അത്രയെല്ലാം ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് കുളമാക്കിയിട്ട് വെക്കാം. പിന്നെ അവർ എന്നാൽ ഏതെങ്കിലും ഒരു സൈഡ് തീർക്കണ്ടേ? രണ്ടടി അല്ലടി, രണ്ടടി അക്കരെ ഇക്കടെ 2 അടിയൊന്നും അല്ല. നമ്മുടെ അത് ന്യായമായിട്ടുണ്ടല്ലോ. അതിൻ്റെ പകുതി പള്ളിയുടെ ഇവിടം വരെ നമ്മുടെ ഈ റോഡിൻ്റെ അതുപോലെ ഇത് പൊക്കി പണിത ഒരുപാട് ലോഡ് സാധനം വിടുക. ഏതാ മറ്റേ കീഴിൽ അടങ്ങിയ പോലെ. അപ്പോൾ അത് അതിൻ്റെ കൂടുതൽ ടാറിങ്ങായിരുന്നു ബെറ്റർ. ഇന്നലെ ഇപ്പോൾ ചെളിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ബൈക്ക് കയറ്റാൻ തുടങ്ങി. ബൈക്കേ കോൺക്രീറ്റ് വഴി കൊണ്ടുവരുന്നുണ്ട് ബൈക്ക് ഇന്നലെ പോലെ. അഭിലാഷ് എവിടെയാണ്ട് പോയി നേരത്തെ ചേർന്നാ കേട്ടോ. അഭിലാഷ് വന്നെങ്കിൽ എവിടെയെങ്കിലും പോയി നേരത്തെ ചേർന്നാ, അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കും. എന്താ സംഭവിച്ചത്? ഏറ്റവും നല്ല മൂന്നാണെങ്കിൽ ഉണ്ട്. ആ ഇതാണോ റിസോർട്ടിൻ്റെ അവരുടെ കരിമല? അത് മാനിച്ചാനൊക്കെ വരികയല്ലോ പണിയാൻ. നമ്മുടെ സിന്ധു ചേച്ചിയുടെയൊക്കെ അവരൊക്കെ ജീപ്പ വരികയല്ലോ എന്താ പറയുക.
ചാക്കിയിട്ട് ചുമന്നോട് പോകുമായിരുന്നു എല്ലാവരും. എല്ലാവരും അടുത്ത് ചിരിച്ചും കാണിക്കും. ചിരിച്ചുകൊണ്ട് അവൻ പണി കൊടുക്കുകയും ചെയ്ത വർത്തമാനത്തിന്, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെയൊക്കെ പ്രധാന പണിയുള്ളതല്ലേ. എന്താണ് അസച്ചേട്ട റിസോർട്ടോ? ഈ പറമ്പിലായിരുന്നു തൊഴിലുറപ്പ് വന്നിട്ടുണ്ട് ഞങ്ങൾ. ആ വാസ്തവക്കാരൻ്റെ പറമ്പി വേറെ നടന്നു വരുമായിരുന്നു. ഇവിടുന്നാണ് ലക്ഷ്മണനേടെ ബസ്സിലെ വീഴ്ച തുടങ്ങിയത്. ഈ പറമ്പിൽ നിന്നാണ്. ആ ലക്ഷ്മണനേടെ തലയിറങ്ങി വീഴാൻ തുടങ്ങിയതേ. അങ്ങനെ അസുഖം തുടങ്ങിയത് ഇവിടുന്നാണ്. അത് ഞങ്ങൾ ഒരു നല്ല മഴയത്ത് പണിതുകൊണ്ടിരിക്കുക. അന്ന് മൊത്തത്തിൽ 8 പേരാകണ്ടേ ഉള്ളൂ പണിയാൻ. അതിങ്ങനെ എല്ലാവർക്കും പണിയാൻ കൊടുക്കുകയില്ല ഒരേപോലെ അവസരം. കൊറോണയുടെ സമയമാണ്ട് കുറച്ച് പേർക്കല്ലേ പണിയാൻ ഇത് കൊടുക്കുള്ളൂ. അങ്ങനെ 8 പേര്, 4 പേര് എന്ന് പണിയാൻ രണ്ട് സൈഡിലാണ്. അപ്പം എന്തോ ഒന്ന് ഉരുളുന്ന സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ കേട്ടു. പക്ഷേ പിന്നെ ഞങ്ങൾ നോക്കുന്നത് മഞ്ഞും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തങ്ങഞ്ഞാടൻ ഞങ്ങളുടെ അടുത്ത് വന്നു. തങ്ങഞ്ഞാടൻ വന്നു ഇതേ ലക്ഷ്മണനോട് ഇതുപോലെ വെറുത്ത് പോകുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് വിളിച്ചിട്ട് പിള്ളേരെ പിടിച്ച് എഴുന്നേപ്പിച്ച് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലോ. അന്ന് റോഡുകാർ പണിയുന്നുണ്ടായിരുന്നു. റോഡുകാരുടെ വണ്ടിയെ കയറ്റി വിട്ടു. പക്ഷെ അത് പുള്ളി വക വെച്ചില്ല. പിന്നെയും പണിക്കിറങ്ങി. ഇതാണ് പഴയ അവരുടെ ദർശനമല്ലേ, പഴയ റോഡുകാരുടെ. എവിടുത്തെ റിസോർട്ടിലാണോ? ഓ അവൻ ഫ്രണ്ടിൽ ചെന്നാനെ. ഏറ്റവും പറയുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ ചെന്നാനെ. ആര് ചവിട്ട്. ഇതെല്ലാം വീട്ടിൽ വാരിക്കൊണ്ട് പോയതല്ലേ? ഇല്ല, ഇവിടെ റേഞ്ച് വന്നല്ലോ. ഇവിടെ ആൾക്കാർ താമസമില്ലാത്ത ഏരിയയില്ലാത്ത ഇവിടെ റേഞ്ച് വന്നു. ഞങ്ങൾ വെമ്പാലയ്ക്ക് ഒരു പോയവരാ. ഒരു മഴയില്ലാത്ത ഒരു ഏരിയയിൽ
ആ അതങ്ങനെ കാലിക്കാക്ക പറഞ്ഞേ ഇതാ കുഴപ്പം എല്ലാം മുകളിൽ കൂടെ പോകുവാ നീന്ത് ആൾക്കാർ താമസിക്കുന്നതിന് വരും. ആയത് നോക്കുമ്പോൾ പാകപ്പൂട് പോലെ ഉള്ളല്ലേ എത്ര എന്നാ പറ്റത്തില്ല. ഇത് ശരിക്കും ഒരു ഫേമസ് വ്യൂ പോയിന്റ് ആവും ഇത്. അതാരുടെ കയ്യിലുള്ള സ്ഥലമാ ആണോ? ഇതിന്റെ തൊട്ട് താഴത്തെ വളമല്ലേ പുകിയുടെ ഒക്കെ? അല്ല അത് വിറ്റായിരുന്നോ? അതിനാടാ അല്ല അതുപോലെയുള്ള ഓർമ്മ വല്ലതും ഉണ്ടോ? ഇന്നലത്തെ ഇതെന്നാ പൂവാ ഇതിനകത്ത് നിൽക്കുന്നത്? വിഷുക്കണി പൂ പോലെ നിൽക്കുന്ന പൂവ്. വെറൈറ്റി സാധനം. തിരിച്ചു വരുമ്പോൾ അതിലേക്ക് പോകാം. വേറെ ഏലപ്പാറ വഴി കൊണ്ടുവരുന്നു വെയിൽ കണ്ടിട്ട്. ഓ നാട് നടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ അല്ലേ? ആ അതിനകത്തൊന്നുമില്ല നീ രാവിലെ മുട്ടിക്കെല്ലാം കെട്ടി അത് ഞങ്ങൾ നാട്ടിലെത്തും. സ്ഥിരമായിട്ടുള്ള ഐറ്റമാണ്. ഞങ്ങൾ പറഞ്ഞാൽ കാണും കാപ്പി കിട്ടുമായി. എൻ്റെ ആൾക്കാരില്ലേ തിരിച്ചു വരുമ്പോൾ അതുവഴി ഇറങ്ങി വരണം. ഇപ്പോൾ നമ്മൾ കൂടത്തിൽ വന്ന അവർ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ വന്നത്. അവർ പണിക്ക് പോകുന്ന സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട വാഗമൺ റോഡിൽ തന്നെയാണ്. ആ റോഡിലേക്കുള്ള ഷോർട്ട് കട്ട് വഴിയായിട്ട് ഇത്. അപ്പം തിരികെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഭാഗം നമ്മൾ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ നല്ല രീതിയിൽ തന്നെ കണ്ട അഭിപ്രായം രേഖപ്പെടുത്തുക. ഷോർട്ട് വഴി വേറെയല്ലേ? ഇത് വേറെ വഴിയല്ലേ? ഇതാ മെയിൻ റോഡ്. ആ വരുന്ന റോഡ് തന്നെയല്ലേ ഇത്? അല്ല ഞാനിങ്ങനെ ഈ വഴി വന്നിട്ടില്ല.
ഓറഞ്ച് വാലി. അപ്പോൾ ഷോർട്ട് കട്ട് കയറി നമ്മളിതാ പ്രധാന വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അറിയല്ലേ ഓറഞ്ച് വാലിയാണ് തയ്യൽ ബഞ്ചിയില്. നമ്മൾ കോലാഹലമേട് തങ്ങൾപാറയ്ക്ക് സമീപത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ സൈഡ് കെട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. തങ്ങൾപാറയ്ക്ക് സമീപമുള്ള സൈറ്റിലാണ് ഇവരുടെ നമ്മുടെ കൂട്ടുകാരുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നടന്നാണ് പോയിരിക്കുന്നത്. ആ ഭാഗത്ത് നമ്മൾ കുറച്ചേ ആണ് റോഡ് കാണിച്ചേക്കുന്നത്. എങ്കിലും നമ്മൾ കോലാഹലമേട് തീരുന്നിടം വരെയുള്ള വീഡിയോ ഉണ്ട്. അതുപോലെ തിരിച്ച് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി, ഞാൻ കാണിക്കാത്ത വഴിയും കൂടി നമ്മുടെ വീഡിയോയിലുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ വാഗമൺ റോഡ് വരെയുള്ള റോഡ്, നമ്മുടെ വില്ലേജിൽ നിന്നുള്ള റോഡ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് റോഡിൻ്റെ നിലവാരം എങ്ങനെയുണ്ട്, റോഡിൻ്റെ പണികൾ എങ്ങനെയുണ്ട്, ഇവിടെ എല്ലാം പണി നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വീതി കൂട്ടാനുള്ള ഭാഗമാണ്. അതായത് നമ്മൾ കയറി വന്ന് ഭാഗത്തോടെന്ന് പറയുന്ന ആ പ്രദേശം മുതൽ നമുക്ക് ഇങ്ങോട്ടുള്ള പണികളെല്ലാം അങ്ങോട്ട് കിടക്കുകയാണ്. പഴയ പണികളെന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗത്ത് റോഡിൻ്റെ വീതി കൂട്ടും പഴയ ടാറിങ്ങിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. വീട്ടിലേക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗത്തെ വർക്കുകളെല്ലാം ഇനി കിടക്കുകയാണ്. അപ്പം നമ്മുടെ കോലാഹലമേട് തൊട്ടുള്ള അവിടം തൊട്ട് ഇങ്ങോട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്.
കയറി ഒരു വ്യൂ എടുക്കാം. ടോപ്പിച്ചത് ആ സൈഡ് നിൽക്കണ്ട, പണി നടക്കുന്നുണ്ടോ? അവിടെ പിടിക്കണ്ട. ആ റോഡ് പണിക്ക് വരാം. അതെ കുരിശുമല, അതെ അതെ അതെ. ഇത് തെങ്ങൽപാറ. ആ അതോ തുരുമ്പ് സാധനം കാണും, തുരുമ്പ് തന്നെ കാണാ. തിരിച്ചു വരുമ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങൾ പാറയിലോട്ടല്ലോ. താഴെ ചെറുതായിട്ട് കിട്ടും. ഇല്ല അങ്ങോട്ട് കിട്ടത്തില്ല. അങ്ങോട്ടന്നെ വെച്ചോണ്ട് ഇങ്ങോട്ടാ വന്നു. അതെ സ്ഥിരം ഇവിടെയാണ് ജോലിക്ക് നിൽക്കുന്നത്. റിസോർട്ടിലാകാണ്ട് കണ്ണു പിടിക്കുന്നില്ല. പുള്ളിക്കാനം ടീ എസ്റ്റേറ്റ്, പുള്ളിക്കാനത്തിൻ്റെ. അത് തമിഴ്, തമിഴ് ഹിന്ദിയൊക്കെ പറഞ്ഞു. തമിഴ് ഹിന്ദിയൊക്കെ പറഞ്ഞു. വരോ എല്ലാം അറിയോ? ഒറ്റയ്ക്ക് ഫുള്ള് ഇല്ല, ഹിന്ദി അറിയത്തില്ല. ഹിന്ദി അറിയത്തില്ല, തമിഴ് ഫുള്ള് അറിയും. ചിലപ്പോൾ ഇങ്ങോട്ട് വരും ചെയ്തു. ഡിയറൊക്കെ വരുന്നുണ്ട്. ആണ് വാഗമൺ മൊട്ടക്കുന്ന് കണ്ടോ?
ചേട്ടാ ഇവിടെ കണ്ടുപരിചയമുണ്ടല്ലോ. എപ്പോഴാണോ വന്നേ? ഞങ്ങൾ കുറച്ചു നേരമായി. ആണോ? ടിപ്പറും വിളിച്ച് പോന്നേച്ചോ. കറങ്ങാൻ ജീപ്പിൽ കണ്ടോ എന്തോ ഇല്ലില്ല. വണ്ടി വല്ല മതി കണ്ടോ? ഇല്ല ഇല്ല, ഞങ്ങളവിടെ നടന്നു വന്ന വഴിക്കല്ലേ കണ്ടോ? ഇവിടെ വരെ വന്നോളാം. അപ്പുറത്തോട്ട് പോയടാ. അപ്പുറത്തോട്ട് പോകുന്നേ ഉള്ളൂ. ആണോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വരാത്ത ആ വഴി, ഷോർട്ട് കട്ട് കയറിയപ്പോഴത്തേക്ക് കാണാത്ത വഴി, അത് ഈ ഭാഗമാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു ടിപ്പർ കിട്ടി തിരിച്ചു പോകുന്നത് ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ. ഈ ഭാഗം നമ്മൾ മുമ്പേ കണ്ടില്ല. അപ്പോൾ ഇത്രയും കൂടെ കണ്ടുകൊണ്ട് മുണ്ടക്കം വാഗമൺ റോഡിൻ്റെ വെള്ളിയന്ത മുതൽ ഒരാലമൂട് വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് കാണാനും വിലയിരുത്താനും സാധിക്കും. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അല്പം മന്ദഗതിയിലാണ് പണി കാണുന്നത്. തടസ്സമൊന്നും കൂടാതെ ഏകദേശം പണി നടന്നു കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് പണി തീരും. മുണ്ടക്കയം കൂട്ടിക്കൽ ഏന്ത്യാർ ഇളങ്കാട് വെള്ളിയന്ത വഴി കയറി വരുമ്പോൾ നമ്മൾ വിശുമരിക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിയുന്ന വഴിയായി ഈ ഭാഗം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയടി കാത്തു. ആ ചേട്ടൻ്റെ തല മാറിക്കല്ലേ. ഒരു വീഡിയോ ഇങ്ങോട്ട് ജസ്റ്റ് നോക്കടാ. ഇവിടെ കണ്ടോ ഇപ്പം കോളായി. ആവശ്യത്തിന് പണിക്കാരെ വെച്ചൊന്നുമല്ല പണിയല്ല നടക്കുന്നത്. ആവശ്യത്തിന് പണിക്കാരെ ഒന്നും വെച്ചുള്ള പണിയല്ല നടക്കുന്നത്. ഇത്രയും പേര് 5-6 പേര് വന്നിട്ട് ബാക്കി ഒറ്റ അവിടെ വീതി കൂട്ടെല്ലാം കിടക്കുക. 6 കൂട്ട് 6 കൂട്ടേ വീതി കൂട്ടി എല്ലാം കിടക്കുക. മട്ടാലേ കെട്ട് കഴിഞ്ഞിട്ട് രീതി കൊണ്ടാണ് ഇവർക്ക് എളുപ്പമുണ്ടല്ലോ. കെട്ട് സൈഡെല്ലാം കെട്ടി കഴിഞ്ഞിട്ടേ വീതി കൂട്ടി മെഷീൻ ഇടുമ്പോൾ ന്യായമായിട്ട് അവർക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാം വേസ്റ്റ് വരുന്നൊക്കെ ഇവിടെ കൊണ്ടുവിടുവാണല്ലേ. അല്ലടാ ഇപ്പം അങ്ങനെ സൈഡില്ല. തങ്ങളുമാരുടെ അങ്ങേപ്പം ചേച്ചിക്കിടയ്ക്ക് വരാൻ വീതി കൂട്ടാൻ കിടക്കുക. അതെ പണി ഇടിക്കാൻ കിടക്കുക. അവിടെ ഇടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണ് പണം ആയിരിക്കും. ഇവിടെ തട്ടിയാൽ മതി. ഇവിടെ കൊണ്ട് കുത്താനായിട്ടാണ്. അടുത്തെത്തി. നിലവിലെ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ റോഡിൻ്റെ ആദ്യ അവസാനമുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി മുന്നോട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതനുസരിച്ചുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. La la